ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് IPL ഫ്രാഞ്ചൈസികളായ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും ട്രേഡ് വിൻഡോയിലൂടെ സഞ്ജു രാജസ്ഥാനിൽ നിന്ന് ചെന്നൈയിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പിറന്നാൾ ആശംസ. സൂപ്പർ പിറന്നാൾ എന്ന ആശംസ കുറിപ്പും ചെന്നൈ പങ്കുവച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ എന്നാണ് രാജസ്ഥാൻ റോയൽസിന്റെ ജന്മദിനാശംസകൾ. BCCIയും താരത്തിന് ആശംസകൾ അറിയിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മുൻ ലോക 2ാം നമ്പർ താരം ഓൺസ് ജാബ്യൂർ ടെന്നീസിൽ നിന്ന് താൽക്കാലിക ഇടവേള എടുക്കുന്നു. ആദ്യ കുഞ്ഞിനെ വരവേൽക്കുന്നതിന് മുന്നോടിയായാണ് ട്യൂണീഷ്യൻ താരം ടെന്നീസിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഒരു ചെറിയ ഇടവേള എടുക്കുകയാണെന്നും ഏറ്റവും മനോഹരമായി തിരിച്ചുവരവ് നടത്തുമെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയുടെ അടിക്കുറിപ്പായി ഓൺസ് അറിയിച്ചു. ഏപ്രിലിൽ ഒരു ആൺകുഞ്ഞ് തങ്ങളോടൊപ്പം ചേരുമെന്നും കുറിപ്പിൽ പറയുന്നു. ഓൺസിനും ഭർത്താവ് കരിമിനും ആശംസ അറിയിച്ച് നവോമി ഒസായുടെ അടക്കമുള്ള താരങ്ങൾ. ATP ഫൈനൽസിലെ ആദ്യ മത്സരത്തിൽ സൂപ്പർ താരം യാനിക് സിന്നറിന് തകർപ്പൻ ജയം. കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു. ഇൻഡോർ ഹാർഡ് കോർട്ടിൽ തുടർച്ചയായി 27ാം ജയമായിരുന്നു സിന്നറിൻ്റേത്. വ്യാഴാഴ്ചയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ സിന്നറിന്റെ അടുത്ത മത്സരം. ഇന്ത്യൻ ഫുട്ബോളിനെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങണമെന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് നോഹ സുദോയും ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും സേവ് ഇന്ത്യൻ ഫുട്ബോൾ ആഹ്വാനവുമായി രംഗത്തെത്തിയത്. ISL പ്രതിസന്ധിക്കെതിരെ ശബ്ദമുയർത്തണമെന്നും നോഹയും ലൂണയും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. അണ്ടർ-17 വനിതാ ലോകകപ്പ് നിലനിർത്തി ഉത്തര കൊറിയ കലാശ പോരാട്ടത്തിൽ നെതർലൻഡ്സിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചാണ് തുടർച്ചയായ 2ാം വർഷവും ഉത്തര കൊറിയ കിരീടം നിലനിർത്തിയത്. അണ്ടർ-20 വനിതാ ലോകകപ്പിൽ 4ാം കിരീടമാണ് ഉത്തര കൊറിയ സ്വന്തമാക്കിയത്. സഞ്ജു സാംസണെ തഴയുന്നതിൽ ഇന്ത്യൻ മാനേജ്മെന്റിനെ രൂക്ഷമായി വിമർശിച്ച പ്രമുഖ ക്രിക്കറ്റ് കമന്റേറ്റർ ഹർഷ വോക്ലെ ഇന്ത്യൻ ടീമിൽ നിന്നും വളരെ പെട്ടെന്നാണ് സഞ്ജുവിനെ തഴഞ്ഞത്. എന്തിനാണ് സഞ്ജുവിനോട് ഈ ക്രൂരതയെന്നും സഞ്ജു ചെയ്ത തെറ്റ് എന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നു. 2020 ലോകകപ്പിന് മുൻപ് സഞ്ജുവിനെ വീണ്ടും ഓപ്പണിംഗിലേക്ക് തിരികെ എത്തിക്കണമെന്ന് വോക്ലെ ആവശ്യപ്പെട്ടു. 183 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്ന താരത്തോട് കാണിച്ചത് അനീതിയെന്നും വോക്ലെ കൂട്ടിച്ചേർത്തു.